വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ വ്യക്തത വരുത്താൻ പോലീസ്. പ്രതി അഫാനെ ഇന്ന് അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങും. രാവിലെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. കസ്റ്റഡിയിൽ ലഭിച്ചാൽ അന്വേഷണ സംഘം തെളിവെടുപ്പിലേക്ക് കടക്കും. റിനു ശ്രീധർ നമുക്കൊപ്പം എത്തുന്നു. വീണ്ടും റിനു ശ്രീധർ, ഗുഡ് മോർണിംഗ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ അഫാനുമായുള്ള തെളിവെടുപ്പടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്. ഒപ്പം എന്തിനാണ് ഈ കൊലപാതകങ്ങൾ ചെയ്തത് എന്നതിൽ വ്യത്യസ്തമായ ഉത്തരങ്ങൾ പലപ്പോഴും അഫാൻ തന്നെ നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇക്കാര്യത്തിൽ അന്വേഷണം എങ്ങനെയായിരിക്കും ഇനി? സുജയ, വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ അന്തിമമായിട്ടുള്ളൊരു നിഗമനത്തിൽ പോലീസിന് എത്തണമെങ്കിൽ പ്രതിയായിട്ടുള്ള അഫാനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. വിശദമായി പ്രതിയെ ചോദ്യം ചെയ്യാൻ നിലവിൽ ഇതുവരെയും അന്വേഷണ സംഘത്തിന് ആയിട്ടില്ല. മൊഴിയെടുക്കൽ മാത്രമാണ് നടന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തെ സെൻട്രൽ ജയിലിലാണ് പ്രത്യേക നിരീക്ഷണത്തിൽ അഫാനുള്ളത്. രാവിലെ 9 മണിയോടുകൂടി ജയിൽ അധികൃതർ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ്. ഇന്നലെ നെടുമങ്ങാട് കോടതി പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി കോടതിയിൽ അഫാനെ ഹാജരാക്കുവാൻ. അതേസമയം പാങ്ങോട് പോലീസ് രജിസ്റ്റർ ചെയ്ത പിതൃമാതാവിനെ കൊലപ്പെടുത്തിയ കേസ്, ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നിപ്പോൾ കസ്റ്റഡി അപേക്ഷ SHO നൽകും, പാങ്ങോട് SHO നൽകും. തുടർന്ന് ഈ പ്രൊഡക്ഷൻ വാറണ്ട് മൂലം ഈ കോടതിയിലേക്ക് എത്തിക്കുന്ന അഫാനെ അപ്പോൾ തന്നെ കസ്റ്റഡിയിലേക്ക് വിട്ടു നൽകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതിനു മുമ്പ് നെടുമങ്ങാട് ആശുപത്രിയിലോ പേരൂർക്കട ആശുപത്രിയിലോ എത്തിച്ച് മെഡിക്കൽ പരിശോധന നടത്തുകയും ചെയ്യും. എന്തായാലും കസ്റ്റഡിയിൽ വാങ്ങിയെങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്താൻ കഴിയൂ എന്നുള്ളത് അന്വേഷണ സംഘം ഇന്നലെ മീറ്റിംഗ് കൂടി തന്നെ തീരുമാനിച്ചിരുന്നു. റൂറൽ SPയുടെ നേതൃത്വത്തിൽ ഇന്നലെ അവലോകന യോഗം അന്വേഷണ ഉദ്യോഗസ്ഥർ ചേർന്നിരുന്നു. എന്തായാലും കസ്റ്റഡിയിൽ വാങ്ങിയാൽ ഇന്ന് തന്നെ ഈ സംഭവ സ്ഥലത്ത്, അതായത് പിതൃമാതാവിനെ കൊലപ്പെടുത്തിയ പാങ്ങോട്ടെ കുടുംബ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും എന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കുന്നുണ്ടെന്ന്. സമയം വൈകുകയാണെങ്കിൽ അത് നാളത്തേക്കായിരിക്കും. ഇന്ന് തന്നെ ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടികളിലേക്കാണ് നിലവിൽ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്ന് അഫാനെ നെടുമങ്ങാട് കോടതിയിലേക്ക് എത്തിക്കും. സുജയ. ഓക്കെ, റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്. പ്രതി അഫാനെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം.